ഇപ്പോൾ എല്ലാവരും ഈ എസ്തെറ്റിക്കിൻ്റെയും പിൻട്രസ്റ്റിൻ്റെയും പുറകിലാണല്ലേ. അപ്പോൾ ഒരുപാട് പേരുടെ പിൻട്രസ്റ്റിൽ കിടക്കുന്ന ഈ എസ്തെറ്റിക് ലുക്കുള്ള ഈ സംഭവം ഞാനും ഒരെണ്ണം വാങ്ങിച്ചായിരുന്നു കേട്ടോ. വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ആസ് എ യൂട്യൂബർ എനിക്കും ഇതിൻ്റെ എസ്തെറ്റിക് ലുക്കിനെ കുറിച്ച് വർണ്ണിച്ച് പറയണം എന്നൊക്കെയുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ വ്യൂസ് എന്ന് പറയുന്നത് എൻ്റെ രണ്ട് സ്വന്തം പൈതങ്ങൾ തന്നെയാണ്. രണ്ടാളും ഇത് കണ്ടിട്ട് എന്താണ് ഈ എസ്തെറ്റിക്, എന്താണ് ഈ പിൻട്രസ്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വല്ല ഐഡിയയും വേണം. പണ്ടൊക്കെ ആണെങ്കിലേ ഈ അറിയാത്ത സംഭവങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് വീട്ടിലെ മുതിർന്നവരുടെ അടുത്താണ് പോയി ചോദിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ ഓടിപ്പോയി ഗൂഗിൾ ചേച്ചി എടുത്ത് ചോദിക്കും. പുള്ളിക്കാരെടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ വളരെ സാഹിത്യപരമായിട്ടും കാവ്യാത്മകമായിട്ടും ഒക്കെ എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. സാഹിത്യം എനിക്ക് പണ്ടേ അങ്ങോട്ട് അത്ര വശമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഞാൻ നിന്നില്ല. എന്തായാലും കാണാൻ നല്ല അടിപൊളി ലുക്കുള്ള നല്ലൊരു സംഭവം, നല്ലൊരു ഗ്ലാസ് ജാർ, പിന്നെ നല്ല ലുക്കുള്ള എന്തെങ്കിലും വേണമല്ലോ ഒഴിച്ച് ആദ്യം കുടിച്ച് ഉദ്ഘാടനം നടത്താനായിട്ട്. വീട്ടിലാണെങ്കിൽ ജ്യൂസ് അടിക്കാൻ പാകത്തിന് വേറെ ഫ്രൂട്ട്സ് ഒന്നും കിടപ്പില്ല, ആകപ്പാട് പച്ചമാങ്ങയും പച്ചക്കപ്പയ്ക്കാണ് ഇരുന്നത്. അങ്ങനെ ഫ്രിഡ്ജിൽ തപ്പിയപ്പോൾ രണ്ട് നാരങ്ങ കിട്ടി, അതിൻ്റെ കൂടെ ഒരു കഷ്ണം ബീട്രൂട്ട് കൂടെ എടുത്തു. അങ്ങനെ ഒരു ബീട്രൂട്ട് ജിഞ്ചർ ലൈം അടിക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞു വന്ന സമയത്ത് നമ്മുടെ ബീട്രൂട്ട് ജിഞ്ചർ ലൈമും റെഡിയായി. അപ്പോൾ കാണാനൊക്കെ ഒഴിച്ച് നോക്കിയപ്പോൾ നല്ല ലുക്കുണ്ട്, നല്ല കളർഫുൾ ആയിട്ട് എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗി. ഭംഗിക്കാണോ ഈ എസ്തെറ്റിക് ലുക്ക് എന്ന് പറയുന്നത് ആവോ അറിയില്ല. എന്തായാലും സംഭവം എനിക്ക് വർത്തായി. പ്ലേറ്റിലോ ലഞ്ച് ബോക്സിലോ ഒക്കെ ബീട്രൂട്ടിൻ്റെ വല്ല ഐറ്റംസും കണ്ടാൽ നീക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്ന രണ്ടാളും ഇതിനു വേണ്ടിയിട്ട് അടിയിട്ടാണ്, ഈ കുപ്പി കുടിക്കാൻ വേണ്ടി മാത്രം അടിയിട്ടാണ് അത് മേടിച്ചത്. സംഭവം ഞാൻ രണ്ടുപേരുടെ കൈ കൊടുത്തെങ്കിലും എൻ്റെ നെഞ്ചാണ് കിടന്ന് പിടയ്ക്കുന്നത്. ചില്ലും കുപ്പി താഴെ വീണ് പൊട്ടിയാലോ.